ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയില് വനേസ എൻവിയുടെ ഒരു കോംബോ ബോക്സ് ഞാൻ പരിചയപ്പെടുത്താം. സോ ഇപ്പൊ മിക്ക കമ്പനികളും കോംബോ ബോക്സ് ആയിട്ട് വരാറുണ്ട്. ഒരു 4-5 പെർഫ്യൂംസ് വെച്ചിട്ട് ചെറിയ പ്രൈസിന് ഒരു കോംബോ. സോ എൻവിയുടെ ഒരു കോംബോ ആണത്. ഇതിൽ 20 ml 4 പെർഫ്യൂംസ് ആണ് ഉള്ളത്. ഇവിടെ 649 ഇതിന് MRP ഉണ്ട്. ബട്ട് 270 റുപ്പീസിന് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. റീസെന്റ് ഒരു സെയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓരോന്ന് സിംഗിൾ ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോന്നിന്റെയും പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഏതിന്റെങ്കിലും ഇൻസ്പയർഡ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇത് അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതെല്ലാം ഇൻസ്പയർഡ് പെർഫ്യൂംസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഫസ്റ്റ് വൺ ഈസ് എലഗന്റ് ആണ്. സോ എലഗന്റ് എന്തിന്റെ ഫ്രാഗ്രൻസ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ ഇങ്ങനെ 20 ml പെർഫ്യൂംസ് ആണ്. ഈ എലഗന്റ് എന്നുള്ളത് നമ്മുടെ പാക്കർ റൊബാൻ ഇൻവിക്ടസ് പെർഫ്യൂമിന്റെ പോലത്തെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വൈൽഡ് സ്റ്റോൺ എഡ്ജ് എന്നൊക്കെ കിട്ടിയ പോലത്തെ ആ ഒരു ഫ്രഷ് സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ് ഇതിലുള്ളത്. സോ നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻവിക്ടസിന്റെ ക്ലോൺ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ഈസ് ഊദ് ലക്ഷറി ആണ്. അത് എന്തിന്റെ ഫ്രാഗ്രൻസ് ആണ് നോക്കാം. സോ ഇത് ബ്ലാക്ക് കളറിൽ ഒരു ബോട്ടിലാണ്. അതിന്റെ ഉള്ളിൽ പെർഫ്യൂം കാണാൻ പറ്റുന്നില്ല. മറ്റത് ട്രാൻസ്പെറന്റ് ആയിരുന്നു, ഇത് ട്രാൻസ്പെറന്റ് അല്ല. ഒരു സ്വീറ്റ്നെസ്സും ഉണ്ട്, ഊതിന്റെ ഫ്രാഗ്രൻസും ഉണ്ട്. പിന്നെ ചെറുതായിട്ട് എവിടേക്കോ ഒരു ആംബർ ടച്ച് ഒക്കെ വരുന്ന ഒരു ഫ്രാഗ്രൻസ്, എവിടേക്കോ ചെറുതായിട്ട് നമുക്ക് ഈ പാൻപരാഗിന്റെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ല് ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ഊതിനെ ഇൻസ്പയർഡ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഏതെങ്കിലുമൊക്കെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ബ്രേവ് ആണ്. നല്ല കളറ് അല്ലേ, ഒരു ബ്ലൂ കളറ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നോക്കാം. ഇത് ടിപ്പിക്കൽ ഡിയോർ സവാഷിന്റെ ഫ്രാഗ്രൻസ്, നമ്മുടെ അജ്മൽ ബ്ലൂ എന്നൊക്കെ കിട്ടിയ അജ്മൽ സീൽ എന്നൊക്കെ കിട്ടിയ പോലത്തെ ആ ഒരു ഡിയോർ സവാഷ് ഫ്രാഗ്രൻസ് ആണ് ഈ ബ്രേവ് എന്ന് വരുന്നത്. അതും ആ ഒരു എന്താ പറയാ, നമ്മുടെ പെപ്പറൊക്കെ നല്ല രീതിയിൽ ഒരു ഫ്രഷ് പെപ്പർ പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് വൺ ഈസ് വിവിഡ് ആണ്. വിവിഡിന്റെ ഫ്രാഗ്രൻസ് രണ്ട് നോക്കാം. ഇതൊരു കുറച്ചൊരു ജനറിക് ആണ്. നമ്മുടെ ഡിലൻ ബ്ലൂ പെർഫ്യൂമിന്റെ ഒക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ്. അതായത് ഒരു ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ജനറിക് ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു പ്രൊഡക്റ്റ്. അങ്ങനെയാണ് എനിക്കിത് തോന്നിയത്. സോ ഇതിപ്പോ രണ്ടാമത്തെ തവണ ഇത് യൂസ് ചെയ്ത് നോക്കുന്നത്. ഫസ്റ്റ് ഇത് കിട്ടിയ സമയത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് പോയിരുന്നു. സോ അതുകൊണ്ട് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഓരോന്നും സിംഗിൾ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. എൻ്റെ ഒപ്പീനിയനിൽ ഇത് ക്വാളിറ്റി വൈസ് എല്ലാം നല്ലതാണ്. 270 റുപ്പീസിന് നിങ്ങൾക്ക് 20 ml പെർഫ്യൂംസ് കിട്ടുന്നു. ഇത് കോൺസെൻട്രേഷൻ എന്താണെന്നുള്ള ഞാൻ നോക്കിയിട്ടില്ല. ഓട പെർഫ്യൂമാണ്. സോ EDP കോൺസെൻട്രേഷനിലുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. സോ ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് ഇതൊരു ട്രാവൽ പെർഫ്യൂം ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുനടക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതെല്ലാം നല്ലത് തന്നെയാണ്. ഇത് ഈ ഊത് കുറച്ചൊരു സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്നതാണ്. ബാക്കി 3 ഫ്രഷ് പെർഫ്യൂംസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ്. സോ സിംഗിൾ ആയിട്ട് താല്പര്യമുള്ളവർ അങ്ങനെയും വാങ്ങിച്ചോളൂ. പക്ഷേ ഇത് 270 റുപ്പീസിന് ഇത് റിയലി വർത്ത് ആണ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.